അയ്യൻകുന്ന് പഞ്ചായത്തിലെ ഉരുപ്പുംകുറ്റി ഞെട്ടിത്തോട് നടന്ന മാവോയിസ്റ്റ് തണ്ടർബോൾട്ട് വെടിവെപ്പിന്റെ അന്വേഷണം എൻഐഎക്ക്. പിടിയിലായ മാവോയിസ്റ്റുകളുമായി എൻഐഎ ഡിവൈഎസ്പി വിനോദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഉരുപ്പുംകുറ്റി ഞെട്ടിത്തോടിലെത്തി തെളിവെടുപ്പ് നടത്തി. അയ്യൻകുന്ന് പഞ്ചായത്തിലെ ഉരുപ്പുംകുറ്റി ഞെട്ടിത്തോട് നടന്ന മാവോയിസ്റ്റ് തണ്ടർബോൾട്ട് വെടിവെപ്പിന്റെ അന്വേഷണം എൻഐഎക്ക്. എൻഐഎ ഡിവൈഎസ്പി വിനോദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പോലീസ് പിടിയിലായ മാവോയിസ്റ്റുകളായ മൊയ്തീൻ, സോമൻ, മനോജ് എന്നിവരുമായി തെളിവെടുപ്പിന് ഉരുപ്പുംകുറ്റി ഞെട്ടിത്തോടിലെത്തി. ശനിയാഴ്ച വൈകുന്നേരത്തോടെ എറണാകുളത്ത് നിന്നുള്ള എൻഐഎ സംഘം മാവോയിസ്റ്റുകളെ ഇരിട്ടി സ്റ്റേഷനിൽ എത്തിച്ചു. തുടർന്ന് ഞായറാഴ്ച രാവിലെ 9:30 കരിക്കോട്ടക്കരി സ്റ്റേഷൻ പരിധിയിലെ ഉരുപ്പുംകുറ്റി ഞെട്ടിത്തോട് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. തണ്ടർബോൾട്ടിന്റെ അതീവ സുരക്ഷയിലാണ് 3 പേരെയും തെളിവെടുപ്പിനെത്തിച്ചത്. അടിയന്തര വൈദ്യസഹായത്തിന് ആംബുലൻസ് സംവിധാനം ഉൾപ്പെടെ സംഘത്തെ അനുഗമിച്ചിരുന്നു. ഉച്ചയോടെ തെളിവെടുപ്പ് പൂർത്തീകരിച്ച് സംഘം മടങ്ങി. ഉരുപ്പുംകുറ്റി ഞെട്ടിത്തോട് കൂടാതെ തലപ്പുഴ ചന്ദ്രവും ഉണ്ണിമായയും പിടിയിലായ പെരിയ തുടങ്ങിയ 2 വെടിവെപ്പ് കേസുകൾ കൂടി എൻഐഎയാണ് അന്വേഷിക്കുന്നത്. 2023 നവംബർ 13 രാവിലെ ഉരുപ്പുംകുറ്റി ഞെട്ടിത്തോട് വനത്തിൽ കബനി ദളത്തിനുള്ളിൽ ശക്തമായ അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടു. ഏറ്റുമുട്ടലിൽ കവിത കൊല്ലപ്പെടുകയും പെരിയയിലെ ഏറ്റുമുട്ടലിൽ ചന്ദ്രവും ഉണ്ണിമായയും പോലീസ് പിടിയിലാവുകയും ചെയ്തു. ഭിന്നതയെ തുടർന്ന് വിക്രം ഗൌഡയുടെ നേതൃത്വത്തിലുള്ള 9 മാവോയിസ്റ്റുകൾ കർണാടകയിലേക്ക് മടങ്ങിയ സംഘത്തിലെ സുനേഷിനെ ആന ചവിട്ടി പരിക്കേറ്റതിനെ തുടർന്ന് കേരള അതിർത്തിയിലെ കാഞ്ഞിരക്കൊല്ലി കോളനിയിൽ ഉപേക്ഷിച്ച് മാവോയിസ്റ്റ് സംഘം മടങ്ങിയിരുന്നു. തുടർന്ന് നാട്ടിലിറങ്ങിയ മൊയ്തീൻ, സോമൻ, മനോജ്, സന്തോഷ് എന്നിവരിൽ സന്തോഷ് ഒഴികെയുള്ള 3 പേരെയും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടകയിലേക്ക് മടങ്ങിയ കമാൻഡർ വിക്രം ഗൌഡ കർണാടകയിൽ ANFുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയായിരുന്നു. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS ഗോൾഡൻ ഡയമണ്ട്സ്, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുരം.